നമസ്കാരം. ഇന്ന് നമ്മൾ പുൽപ്പള്ളിയിലാണ്. രാമായണ ശീലുകളുടെയും സീതാദേവിയുടെയും ലവകുശന്മാരുടെയൊക്കെ ഓർമ്മകൾ ഉറങ്ങുന്ന പുൽപ്പള്ളി. സീതാദേവി ലവകുശ ക്ഷേത്രത്തിന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സവിശേഷമായ ഒരു സ്ഥാനമുണ്ട്. ശ്രീരാമന്റെയും സീതാദേവിയുടെയും മക്കളായ ലവകുശന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരേയൊരു ക്ഷേത്രമാണിത്. ശ്രീ ചേടാറ്റിൻകാവിലമ്മ സീതാദേവി അന്തർദാനം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. ഇവിടെ ശ്രീരാമന്റെ യാഗാശ്വത്തെ ലവകുശന്മാർ ബന്ധിച്ചു എന്നും അങ്ങനെ ശ്രീരാമാദികൾ ഇവിടെ എത്തിച്ചേർന്നുമെന്നുമൊക്കെ വിശ്വസിക്കപ്പെടുന്നു. ഇവിടെയുള്ള അശോകവനിയും സീതയുമൊക്കെ രാമായണത്തിൽ കൂടെ കൊണ്ടുപോകും. രാമായണ രചനയ്ക്ക് ആധാരമായ പുണ്യഭൂമി വാൽമീകി ആശ്രമം. ഇന്ന് ശ്രീ പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വത്തിന്റെ പൂർണ്ണ അധീനതയിലും പരിരക്ഷണയിലുമുള്ള ആശ്രമസ്ഥാനം ദേവകുമാരന്മാരായ ലവകുശന്മാർക്ക് ജന്മം നൽകാനായി വാൽമീകി മഹർഷി സീതാദേവിക്ക് പ്രസൂതിഗ്രഹം നിർമ്മിച്ചു നൽകിയ ധന്യസ്ഥലി. ഇവിടെ വെച്ച് സീതാദേവി മക്കൾക്ക് ജന്മം നൽകി. മക്കളായ ലവകുശന്മാരെ അനുസ്മരിച്ച് ഇവിടെ ഭക്തർ പ്രാർത്ഥന നടത്തി വരുന്നു. ഉള്ളത് പുൽപ്പള്ളിയിലാണ്. സീതാദേവിയുടെ പാദസ്പർശമേറ്റ പുണ്യഭൂമി ആണിത്. ആശ്രമക്കൊല്ലിയിലെ വാൽമീകി ആശ്രമത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വെച്ചാണ് സീതാദേവി ലവകുശന്മാർക്ക് ജന്മം നൽകിയെന്ന് പറയപ്പെടുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണയായി മെയ് ജൂൺ മാസങ്ങളിൽ മാത്രം പുഷ്പിക്കുന്ന വൃക്ഷമായ മന്ദാരം ഇവിടെ മാത്രം വർഷത്തിലെ എല്ലാ ദിവസവും പൂക്കുകയും 2 പൂവെങ്കിലും ലവകുശന്മാരെ അനുസ്മരിക്കുവാനെന്ന വണ്ണം കാണാൻ കഴിയുകയും ചെയ്യുന്നു എന്നത് പ്രകൃതിയുടെ അഭൗമ വരദാനമാണ്.